ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്രഷ് ഐഡിയാസ്. നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് എങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ സ്ഥലപരിമിതി മൂലമൊക്കെ നമ്മളിത് ചെയ്യാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിലെ ടെറസിൽ നമുക്ക് നന്നായി കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോ ബാഗിലെ സോയിൽ എങ്ങനെ മിക്സ് ചെയ്യാം, നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള സോയിൽ മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. Hope you like it. Keep watching. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് മണ്ണാണ്. നമ്മൾ സാധാരണ ഗാർഡൻ സോയിൽ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ഇതിനെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിലുള്ള നമ്മുടെ ചെടിക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, ചെടിയുടെ വേരിനെയൊക്കെ നശിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുമ്മായം ഇടുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിൽ കുമ്മായം ഇട്ട് മിക്സ് ചെയ്ത് ഒരു 7 ദിവസം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മളിത് ഇട്ടേക്കുക, ആ മണ്ണ് ഇട്ടേക്കണം. അപ്പോൾ അതിനൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിടുമ്പോൾ മഴയൊന്നും വെള്ളമൊന്നും അതിൽ വീഴയില്ല, എന്നാൽ വെയിൽ കിട്ടി നന്നായിട്ട് അത് നമ്മുടെ മണ്ണ് റെഡിയായി വരും. അപ്പോൾ ഞാനിവിടെ ഈ ട്രേ ആണ് നമ്മുടെ ഒരു അളവിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ട്രേയിൽ 2 ട്രേ മണ്ണാണ് നമ്മുടെ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കുമ്മായം ഇടുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മണ്ണിന് വേണ്ടിയിട്ട് ഒരു പിടി കുമ്മായം ഇട്ടാൽ മതി, ഏകദേശം ഒരു 25 ഗ്രാമോളം കുമ്മായം. എന്നിട്ട് മണ്ണുമായി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 7 ദിവസം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ട്രാൻസ്പാരൻ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം ആ മണ്ണാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ട്രേ മണ്ണാണ് നമ്മുടെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത്. കുമ്മായം ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സോയിലിൽ കാൽഷ്യവും കൂടെ മിക്സ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത മണ്ണുണ്ടല്ലോ, അതായത് ഒരിക്കൽ കൃഷി ചെയ്ത മണ്ണ്, ഗ്രോ ബാഗിലെ മണ്ണും ഇതുപോലെ നമുക്ക് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി. ഇതിന് പകരം നമുക്ക് കമ്പോസ്റ്റും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വേണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ട്രേ മണ്ണെടുത്തപ്പോൾ 1 ട്രേ ചാണകമാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ചകിരിച്ചോറാണ്, കൊക്കോപീറ്റ്. ഞാൻ ആ ട്രേയിൻ്റെ പകുതി, ഹാഫ് പോർഷനാണ് കൊക്കോപീറ്റ് എടുത്തേക്കുന്നത്. നമ്മൾ കൊക്കോപീറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണ്. ഒന്ന്, നമ്മുടെ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ചെടികളുടെ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി എപ്പോഴും ഭയങ്കര മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചകിരിച്ചോറിന് പകരം നമുക്ക് മണൽ യൂസ് ചെയ്യാം. ഈ സെയിം ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അല്ല, സാധാരണ നമുക്ക് ക്ലൈമറ്റ് ആണെങ്കിൽ ചകിരിച്ചോറ് യൂസ് ചെയ്താൽ മതി. കൊക്കോപീറ്റ് ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടും, അപ്പോൾ അത് വാങ്ങി നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി. അപ്പോൾ ട്രേയുടെ ഹാഫ് പോർഷൻ കൊക്കോപീറ്റും കൂടി നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു പിടി എല്ലുപൊടിയും അതുപോലെ അതേ അളവിൽ ഒരു പിടി വേപ്പും പുണ്ണാക്കവുമാണ് നമ്മളിതോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നമ്മുടെ സോയിലോട്ട് ആഡ് ചെയ്യണം. നമ്മൾ എല്ലുപൊടി ആഡ് ചെയ്യുന്നത് നല്ലൊരു വളമായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ വേപ്പും പിണ്ണാക്ക് വളമായിട്ടും നമുക്ക് അതിൽ യൂസ്ഫുൾ ആകുന്നുണ്ട്. അതുപോലെ ചെറിയൊരു രീതിയിൽ കീടനാശിനിയായിട്ട് നമ്മുടെ വേപ്പും പിണ്ണാക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ സോയിൽ മിക്സിലേക്ക് ആഡ് ചെയ്യുന്നത് ഏകദേശം 1 സ്പൂണോളം സ്യൂഡോമോണാസ് ആണ് ആഡ് ചെയ്യുന്നത്. സ്യൂഡോമോണാസ് ഒരു മൈക്രോ ഓർഗാനിസം ആണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്യൂഡോമോണാസ് നമ്മൾ ഈ മണ്ണിലോട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമായിട്ട് ആഡ് ചെയ്യും. അതുപോലെ ചെടിയുടെ ഈ വേര് ചീയൽ അസുഖമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മണ്ണുമായിട്ട് നിൽക്കുന്ന വേര്, അപ്പോൾ അതുമായിട്ടുള്ള അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ സ്യൂഡോമോണാസ് ആഡ് ചെയ്യുന്നത് സഹായിക്കും. അതുപോലെ സ്യൂഡോമോണാസ് നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഒരുവിധം
ഒക്കെയുള്ള ചെടികൾ വരുന്ന അസുഖമൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ എല്ലുപൊടിക്ക് പകരം വേണമെങ്കിൽ കടല പിണ്ണാക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചത് ആ പൗഡർ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പോൾ ഇത് നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ ഗ്രോ ബാഗിലോട്ട് മണ്ണ് നിറയ്ക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രോ ബാഗ്. അത്യാവശ്യം നല്ല സൈസുള്ള വലിപ്പമുള്ള ഗ്രോ ബാഗാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈസ് 40x24x24 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ എപ്പോഴും അത്യാവശ്യം വലിപ്പമുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ചെറിയ ഇതിൽ നടുമ്പോൾ ചെടികൾക്ക് അതിൻ്റെ വേരൊക്കെ ഓടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടിയില്ല, അപ്പോൾ വളർച്ച കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ ബേസിൽ താഴ്ഭാഗത്ത് നമ്മൾ കരിയിലയാണ് ഒന്ന് ഫില്ല് ചെയ്യുന്നത്. കുറച്ച് കരിയില ഒന്ന് നിറയ്ക്കുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ നന്നായിട്ട് വെള്ളം വാർന്നു പോകാനാണ്. അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കരിയിലയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് വളമായിട്ടും ഇതിനോട് മണ്ണിലോട്ട് ചേരും. ഇനി കരിയില അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ ചരൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട് പൊട്ടിയ കഷ്ണമൊക്കെ ഇടാം. പക്ഷേ ഏറ്റവും നല്ലത് ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് കരിയില നിറയ്ക്കുന്നതാണ്. നമ്മൾ ചെടിച്ചട്ടിയിലാണെങ്കിൽ നമുക്കിതുപോലെ ചരളോ അല്ലെങ്കിൽ ഓട് പൊട്ടിയ കഷ്ണങ്ങളൊക്കെ ഇടാം. ഇനി ഇതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച സോയിൽ മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ കരിയില ഇട്ടത് കണ്ടല്ലോ, കുറച്ച് ഒരു അളവിന് ഇട്ടാൽ മതി, ഒരു ചെറിയൊരു ലെയർ ഇടുക. അതിനുശേഷം ഇതിലോട്ട് നമ്മുടെ മണ്ണ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സോയിൽ നിറച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രോ ബാഗിൽ. ഞാൻ ഫുള്ള് മണ്ണ് നിറച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് പോർഷനോളം മണ്ണ് നിറച്ചിട്ട് നമ്മുടെ ചെടിയുടെ തൈ നട്ട് കൊടുക്കും. അതിനുശേഷം ഇത് വളർന്നു വരുന്ന അനുസരിച്ചിട്ട് മണ്ണും വളവും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ചെടി വളരുന്നതനുസരിച്ച് മണ്ണ് നിറയ്ക്കുമ്പോഴും ഗ്രോ ബാഗ് ഫുള്ളായിട്ട് മണ്ണ് നിറയ്ക്കരുത്. ഞാനിന്നിവിടെ മുളകിൻ്റെ തൈയാണ് നമ്മുടെ ഈ ഗ്രോ ബാഗിൽ നടുന്നത്. ഒരു തൈയാണ് നമ്മുടെ ഈ ഗ്രോ ബാഗിൽ ഞാനിപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഒരു മണ്ണ് മാറ്റി നമ്മുടെ തൈ നട്ട് കൊടുക്കുക. നമ്മൾ തൈ നട്ടതിന് ശേഷം ഉടനെ തന്നെ ഇതിൽ വെള്ളം നനച്ചു കൊടുക്കണം. നന്നായിട്ട് മണ്ണ് ഫുള്ള് നനയുന്ന രീതിയിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. പിന്നെ അതിനുശേഷം ദിവസം ഒരു നേരം നമ്മളിതിന് അത്യാവശ്യമുള്ള വെള്ളം കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് വേരൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഷെയ്ഡിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചെടിക്ക് വേരൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് സൂര്യപ്രകാശത്തിലോട്ട് മാറ്റി വയ്ക്കാം. പക്ഷേ ടെറസിൽ വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റായിട്ട് നമ്മുടെ സൺലൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് സൂര്യപ്രകാശത്തിൽ കൊണ്ട് വയ്ക്കരുത്, ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമാണെങ്കിൽ ഷെയ്ഡ് നെറ്റ്, നമ്മുടെ ഗ്രീൻ നെറ്റൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങി കെട്ടിയിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ചെടി നന്നായിട്ട് വേരിറങ്ങിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിന് വളം കൊടുക്കുക. ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അല്ലെങ്കിൽ വേപ്പ് മുണ്ണാക്കോ, അത് നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതുപോലെ കീടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ അത് കൈകൊണ്ട് എടുത്ത് കളയും. പിന്നെ ഇതുപോലെ സ്യൂഡോമോണാസും പിന്നെ നമ്മുടെ വേപ്പും കഷായമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഈ ചെടികൾക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഞാൻ നേരത്തെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത ഇഞ്ചിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട്. ഇലയൊക്കെ വാടി തുടങ്ങി. ഇലയെല്ലാം നന്നായിട്ട് കരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ ഈ ഗ്രോ ബാഗിന് ഇളക്കിയെടുക്കാം. അത്യാവശ്യം നല്ലതായിട്ട് ഇഞ്ചി അതിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനിത് വിളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് നോക്കുക. നമുക്ക് ഒരുപാട് സമയമോ അല്ലെങ്കിൽ അധ്വാനമൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വിളവെടുക്കുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.